لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صدق الله تعالى بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. وقال النبي صلى الله عليه وسلم ما منكم من أحد إلا سيكلمه ربه ليس بينه وبينه ترجمان فينظر أيمن منه فلا يرى إلا ما قدم وينظر أشأم منه فلا يرى إلا ما قدم وينظر بين يديه فلا يرى إلا النار تلقاء وجهه فاتق النار ولو بشق تمرة أو كما قال عليه الصلاة والسلام. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ സഹോദരന്മാരെ സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ചുകൂടലിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മളെല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പ്രോത്സാഹിപ്പിച്ചതിന്റെ കാരണമാകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഭൂമിയിലേക്ക് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അയച്ചതാണ്. ഈ വന്ന മുഴുവൻ മനുഷ്യരുടെയും ജീവിതത്തിന്റെ ലക്ഷ്യം അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തലാണ്. जिंदगी का मकसद अपना रब को राजी करना है. ജീവിതത്തിന്റെ ലക്ഷ്യം അവന്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്തലാണ്, അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തലാണ്. എല്ലാ അവസ്ഥയും ചിലപ്പോൾ പട്ടിണിയായിരിക്കും, ചിലപ്പോൾ സമ്പന്നത ഉണ്ടാവും, ചിലപ്പോൾ രോഗിയായിരിക്കും, ചിലപ്പോൾ ആരോഗ്യം ഉണ്ടാവും, യുവാവായിരിക്കും, വാർദ്ധക്യത്തിലായിരിക്കും. ഏതവസ്ഥയിലും അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തണം. ആലത്തിനെ हमारा अल्लाह हमसे राजी हो जाए. എല്ലാ അവസ്ഥയിലും അപ്പോൾ നമ്മളെ സംതൃപ്തനാണ്. ഇതാണ് മുമ്പിന്റെ നോട്ടം. അവിടെ തന്നെ അവന്റെ ഓരോ കാര്യം ഓരോ സ്റ്റെപ്പും അവൻ ശ്രദ്ധിച്ചാൽ ഇതിന്റെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണോ അല്ലേ അത് നോക്കുക. എപ്പോഴും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണോ അല്ലേ നോക്കിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. നമ്മളെങ്ങനെങ്കിലും ഈ കാണുന്ന കാഴ്ച കാണാൻ വന്നവരല്ല, ഈ വസ്തുക്കളിൽ കുടുങ്ങാൻ വന്നതല്ല. ഇതിങ്ങനെ അലങ്കാരം വന്നുകൊണ്ടിരിക്കും. ഒരു 20-30 കൊല്ലം മുമ്പ് കോട്ടക്കരക്കാടി അല്ലെങ്കിൽ മലപ്പുറം ജില്ല അല്ലെങ്കിൽ നമ്മുടെ മലബാർ ഭാഗത്ത് സെറ്റപ്പ് ഇല്ല. ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുക. ഇതിനും വ്യതിയാനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ഇതിൽ ആകർഷണീയതകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ മുഅ്മിൻ അവനവന്റെ റബ്ബുമായിട്ടുള്ള ബന്ധത്തിൽ വർധനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ വസ്തുക്കളിൽ കുടുങ്ങാൻ വന്ന ആൾക്കാരെല്ലാം വസ്തുക്കളെല്ലാം നമുക്കുള്ളത് തന്നെയാണ്, നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ദുനിയാവ് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്, നിങ്ങൾ ആഖിറത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ വസ്തുക്കളൊക്കെ നമുക്കുള്ളത് തന്നെ, നമ്മുടെ ഉപയോഗത്തിൽ പ്രയോജനത്തിനുള്ളതല്ല. പക്ഷെ ഇതിൽ കുടുങ്ങാൻ വന്നവരല്ല, ഇതിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് വന്നതല്ല. നമ്മൾ വന്നത് അല്ലാതെ തൃപ്തിപ്പെടുത്താൻ. ദുനിയാവാണെങ്കിലോ അതിലും ചതിയും വഞ്ചനയും എല്ലാം ഉണ്ടാവും, മനസ്സിലാവത് മാത്രം. മനുഷ്യൻ വസ്തുക്കളുടെ പിന്നിൽ ഓടിക്കൊണ്ടിരിക്കുക. എന്താ ഈ മനുഷ്യന്റെ അവസ്ഥ? നമ്മുടെ വല്യാപ്പ ഓടി കുറെ എന്തൊക്കെ ഉണ്ടാക്കിയവർ ഇല്ലാത്തവരൊന്നും ഉണ്ടാക്കിയതുമില്ല. ഓടി 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 അവരവരെ മക്കൾക്ക് വേണ്ടി പണിയെടുത്തു, അവര് മരിച്ചുപോയി. അതിന്റെ ബാക്കി ഭാഗങ്ങൾ നമ്മളെ വാപ്പയും നമ്മളെ ആപ്പാരും പുത്തപ്പാരും എല്ലാവരും വീതം വെച്ചെടുത്തു. അവര് പിന്നെ ഓടി നമുക്കൊക്കെ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. പോയവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓരോ ജീവിതം എന്താന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ദുനിയാവ് അത് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. ഇവിടെ മനുഷ്യൻ എന്താണ് വിതക്കുന്നത് അതാണ് മനുഷ്യൻ കൊയ്തെടുക്കുക. അതുകൊണ്ട് ആഖിറത്തിലേക്ക് ഒരുങ്ങാൻ വന്നവരാണ്. നമ്മുടെ അസിൽ ലക്ഷ്യം ആഖിറാണ്. നമ്മൾ ജീവിക്കുന്ന ജീവിതം സത്യത്തിൽ ഒരു താൽക്കാലികമാണ്. ഖുർആൻ പറയുന്നുണ്ട്, വഇന്ന ദാറൽ ആഖിറത
ഹയവാൻ ആഖിറത്തിലെ ജീവിതമാണ് യഥാർത്ഥ ജീവിതം. അതിലേക്ക് ഒരുങ്ങാൻ വന്ന ആൾക്കാരാണ്. നമ്മളെ സമയങ്ങൾ തീർന്നുകൊണ്ടിരിക്കാൻ, നമ്മുടെ ആരോഗ്യാവസ്ഥ തീർന്നുകൊണ്ടിരിക്കാൻ. നമ്മൾ വിചാരിക്കാൻ നമ്മളിങ്ങനെ സെറ്റപ്പിൽ പോകാൻ നമ്മുടെ മനസ്സ് യുവത്വത്തിലും ശരീരം വാർദ്ധക്യത്തിലും നീങ്ങിട്ട് നമ്മൾ അറിയില്ല. നമ്മൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ ഉണ്ടാവില്ല. ഓരോ ഘട്ടങ്ങൾ ഓരോരുത്തർ കഴിഞ്ഞു പോവാൻ. നമ്മുടെ കൂട്ടുകാരൻ ഒരാൾ ഹോസ്പിറ്റലിൽ കണ്ണിന് ചെറിയ അസ്വസ്ഥത തോന്നിയപ്പോൾ ഡോക്ടറെ കാണിച്ചു കണ്ണിന്റെ. അപ്പൊ അയാൾ സാധാരണ ഡോക്ടേഴ്സിന് അടുത്തെത്തിയാൽ ചോദിക്കും എന്താ പേര്, ആ പേര് വയസ്സെത്രത്ത് വയസ്സ്. അന്നവന് 40 വയസ്സാണ്. ഇപ്പൊ ഏകദേശം 47 വയസ്സുള്ളൂ. ഒരു 7 കൊല്ലം മുമ്പാണ്. അപ്പൊ അതിന് ചെക്കൻ ചെയ്ത് മരുന്നൊക്കെ പിടിച്ചു ചെക്ക് ചെയ്തു. അങ്ങനെയൊക്കെ ചെറുതായി കാഴ്ച കുറവുണ്ട്, ഒരു ഇത് ചെയ്യണം, കണ്ണട വെക്കണം എന്ന് പറഞ്ഞു. കണ്ണട വെക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത. അപ്പോൾ തിരിച്ചു ഡോക്ടർ ചോദിച്ചു എന്താണ് ഇതിന്റെ കാരണം, എന്താണ് എന്തിന്റെ പേരിലാണെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ ആ പെണ്ണെടുത്തിട്ട് ആ 40ന്റെ മുകളിൽ ഇങ്ങനെ റൗണ്ട് ഇട്ടു. ഇതന്നെയാണ് ഇതിന് കാരണം. ഏത് ഈ കണ്ണിന് കാഴ്ചക്ക് കുറവുണ്ടാവാനുള്ള കാരണം എന്താണ്? ആ 40 വയസ്സായതാണ്. അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടാ പോവാ. കണ്ണിന് കാഴ്ച കുറയും, വിചാരിച്ച പോലെ കാല് കൊണ്ടൂല, അവിടെ വേദന, ഊരക്ക് വേദന, കൈക്ക് വേദന. ആൾക്കാരൊക്കെ ഇങ്ങനെ കംപ്ലൈന്റ് കൊണ്ടോണ്ടിരിക്കണം. അവിടെ ഭയങ്കര നടുവിന് ഭയങ്കര വേദന, മുട്ടിനോട് ഭയങ്കര വേദന. ആളുകളെന്താ വിചാരിച്ചാൽ പഴയ പോലെ ഇങ്ങനെ ഇല്ല. അതിങ്ങനെ വേറെ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ ഒരു കയറ്റിങ്ങനെ കയറാണ്. ആ കയറ്റിങ്ങനെ കയറിയാൽ അതിന്റെ ഒരു സെന്റർ ഉണ്ടോ, കോട്ടക്കുന്ന് എന്നൊക്കെ പറഞ്ഞ പോലെ അതിന്റെ അടുത്തുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കയറാനില്ല. പിന്നെന്താണ് പിന്നെ ഇറങ്ങലാണ്. ഒരു 40 വയസ്സൊക്കെ തുടങ്ങിയ 45 പിന്നെ ഇറങ്ങൽ തുടങ്ങും. എല്ലാരും അങ്ങനല്ല, ചിലർ 30 തന്നെ ഇറങ്ങിപ്പോയിണ്ടാവും. നമ്മൾ 40 എത്തിക്കില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. മരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയാണ്. എന്നാ ഇന്നും മരണം നമ്മൾ കാണുന്നുണ്ട്. എന്നും ജനാഥകളുടെ കൂടെ നമ്മൾ നടക്കുന്നുണ്ട്. ജനാഥകൾ കബറടക്കം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയം പലപ്പോഴും അറിയുന്നില്ല. ജനാഥയുടെ കൂടെ പോയി നമ്മൾ ഭയങ്കര തിരക്കിലാണ്. എപ്പോഴാ കഴിയാന്നൊക്കെ ആൾക്കാർ ഒരാൾ ഒന്നുകൊടുക്കാണ്ട് പറയും ആദ്യം എടുത്തോണ്ട് നോക്കാതെ ഭയങ്കര തിരക്കിക്കും ആൾക്കാർ. കബർസ്ഥാനെത്തിയാൽ ആൾക്കാർക്ക് തിരക്കി. കുറച്ചു നേരം ജസ്മീന്റെ കാര്യം കൂടുതൽ ചെല്ലാൻ ആൾക്കാർക്കാരെ നോക്കും. നിർത്താനായില്ല വഴി, നമുക്ക് പല പരിപാടി ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് വേണം പോകാൻ. ഇയാളും അങ്ങനെ തന്നെയായിരുന്നു. ഏയാൾ ഖബറിൽ വെച്ച ആൾക്കാർ നമ്മൾ മനസ്സിലാക്കുന്നില്ലെന്ന്. എത്ര ആൾക്കാർ നമ്മളെ മരിച്ചുപോയി. അവിടെ നമ്മളും അതിലേക്ക് നടന്ന് നീങ്ങാൻ. ഈ വസ്തുക്കളൊന്നും, ഈ ബിൽഡിങ്സുകൾ, ഇതിന്റെ ഉടമകൾ ഇതൊക്കെ അവരൊക്കെ മണ്ണിന്റെ ചോട്ടിലായി കഴിഞ്ഞു. നിങ്ങൾ നമ്മൾ തോന്നുന്നല്ല കാണണ്ടേ. ലോകത്തെ എന്തെല്ലാം ലോകാത്ഭുതങ്ങൾ, 7 മഹാത്ഭുതങ്ങൾ. അതൊന്നും ഇന്ത്യയിലുണ്ട്. ഏതാണ് താജ്മഹൽ? എല്ലാവർക്കും താജ്മഹൽ ഏത് കാലം ഉണ്ടാക്കിയതാ? നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയതാ. അന്നത് ലോകാത്ഭുതം, ഇന്നും അത് ലോകാത്ഭുതം നിൽക്കണമെങ്കിൽ എത്ര അർത്ഥമാണ്. അവരൊക്കെ അവിടെ പോയി. വലിയ വലിയ മഹലുകൾ, വലിയ വലിയ ബംഗ്ലാവുകൾ, കോട്ടകൾ ഇതൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരവിടെ. दुनिया के मुसाफिर मंजिल तेरी खबर है, तय कर रहा है दो दिन का ये सफर है, मखमल पे सोने वाला आज मिट्टी में सो रहा है. ദുനിയാവിലെ എല്ലാവരും യാത്രക്കാരാണ്. എല്ലാവരും യാത്രക്കാരായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ഒരു ദിവസം അവസാനിക്കും. നമ്മുടെ മൻസിൽ, നമ്മുടെ പോകേണ്ട സ്ഥലം ഖബറാണ്. അവർക്കാണ് ഈ യാത്രക്കെ, ഈ ഓട്ടം മുഴുവനും, ഈ സ്പീഡ് മുഴുവനും, ഈ അധ്വാനങ്ങൾ മുഴുവനും മൻസിൽ തെരി ഖബർ ഹേ. നിന്റെ മൻസിൽ, നീ ചെന്ന് ചേരാനുള്ള സ്ഥലം ഖബറാണ്. അവർക്കാണ് ഈ പോണത്. മഖ്മൽ പേ സോനെ വാല ആജ് മിട്ടി മേ സോ രഹാ ഹൈ. മെത്തകളിൽ കിടന്ന ആൾക്കാർ, വലിയ വലിയ സെറ്റപ്പുകളിൽ കിടന്ന ആൾക്കാർ, ആജ് മിട്ടി മേ സോ രഹാ ഹൈ. മണ്ണിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലശുദ്ധികളായ മിനാരങ്ങളും കുതുബുകളും മിനാരങ്ങളും കോട്ടകളൊക്കെ തീർത്ത ആൾക്കാർ അവർക്ക് എവിടെ? അവർക്ക് മണ്ണിന്റെ അടിയിലാണ്. ഈ ഇരിക്കുന്ന ഞാനുകളും കുറച്ചു കാലം കഴിഞ്ഞ മണ്ണിന്റെ അടിയിലാണ്. കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയില്ല. അത് മിനിറ്റുകളും സെക്കൻഡുകളും മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ ആവാം. എന്തായാലും ഖബറിലേക്കാണ് മനുഷ്യന്റെ യാത്ര ഉള്ളത്. അതിനുവേണ്ടി എന്താണ് ഒരുങ്ങിയത്? ബുദ്ധിമാൻ എന്ന് പറഞ്ഞത് അതിനൊരുങ്ങുന്ന ആളാണെന്ന് ലോകാനുഗ്രഹിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ സമുദായത്തിന് പഠിപ്പിക്കാൻ വേണ്ടി വന്നത്. അള്ളാഹുവിനാൽ അയക്കപ്പെട്ട പ്രവാചകനാണ്. ശാസ്ത്രങ്ങൾ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മനുഷ്യർക്ക് വ്യക്തമായ ബോധം ഉണ്ടാക്കി തന്നു. ഇതാ നിങ്ങൾക്ക് പോകാനുള്ള സ്ഥലം അവിടെ. ബുദ്ധിമാനാണ് അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസ് മൻ അത്ബഅ നഫ്സഹു ഹവാഹ വതമന്ന അല അല്ലാഹി നമാൻ. ബുദ്ധിമാൻ എന്ന് പറഞ്ഞത് മരിക്കുന്നതിന് മുമ്പായി ആഖിറത്തിലേക്ക് ഒരുങ്ങുന്നവനാണ്. അവനാണ് ബുദ്ധിമാൻ. വേറൊന്നും ബുദ്ധിമാനല്ല. അതൊന്നും ലക്ഷ്യത്തിലെത്താതെ ഇതുപോലെ നമ്മൾ വിചാരിക്കും ദുനിയാവിന്റെ ഈ പ്രശ്നങ്ങൾ തീർത്താൽ നമുക്ക് ആശ്രമത്തിലേക്ക് തിരിയണം, ഇതൊക്കെ തീരട്ടെ, മോളെ കല്യാണം കഴിയട്ടെ, വീടിന്റെ പണി കഴിയട്ടെ, കച്ചവടത്തൊന്ന് റെയിൽവേ കയറട്ടെ, ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഈ ഇരിക്കണ എല്ലാവർക്കും ഇതേപോലെ ഓരോ പ്രശ്നങ്ങൾ മുന്നിലുണ്ട്. 1, 2, 3, 5 ഘട്ടം ഈ പ്രശ്നങ്ങളിലാണ് നമ്മളുള്ളത്. ഈ പ്രശ്നം എന്നാ തീരാ? നമ്മൾ ആലോചിച്ച് നോക്കി, എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾ തീരാൻ? നമ്മളില്ല അന്ന് മുതൽ തന്നെ നമുക്ക് ബോധം വെച്ച അന്ന് മുതൽ തന്നെ പ്രശ്നങ്ങളുടെ വരുന്നത്. ഒരാൾക്ക് ഒന്ന് കഴിയുമ്പോൾ അടുത്ത് വരും. പ്രശ്നങ്ങൾ തീരാനുള്ളതല്ല. ദുനിയാവിന്റെ ആവശ്യങ്ങൾ മനുഷ്യർ പൂർത്തിയാക്കി തരും. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കപ്പെടുകയില്ല. ആഗ്രഹം പൂർത്തിയാക്കാനുള്ള സ്ഥലം ഭൂമിയല്ല. നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്. ആഗ്രഹം കൂടി ഇവിടെ പൂർത്തിയാവും. അതുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോണത്. ചെറിയ ചെറിയ കാര്യങ്ങൾ. ഒരാൾക്ക് 10,000 രൂപ സാധ്യതയുണ്ട്, അയാളെ കുടുംബം അതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോയിട്ട്. പക്ഷെ അയാൾ സ്വാഭാവികം വിചാരിക്കും ഒരു 20,000 രൂപ കിട്ടിയാൽ എനിക്കൊരു 5,000 രൂപ ബാക്കിയാക്കി വെക്കാം, പിന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാം. ഒരു 20,000 കിട്ടിയാൽ മതി. ഒരു 2, 5, 8 മാസം കഴിയുമ്പോൾ 20,000 രൂപ സാധ്യതയായാലും അയാൾ പ്രശ്നത്തിൽ തീർന്നിട്ടുണ്ടാവും. നിങ്ങൾ പറയും അയാൾ പ്രശ്നം തീരൂല. അയാൾ 20,000 സെറ്റാവും. പിന്നെ കുറച്ചു കാലം ഞാൻ പറയും സാധനമൊക്കെ വില കൂടി അങ്ങനെ ആയിരുന്നു. ഒരു 25,000 രൂപ കിട്ടിയാൽ ഒരു 5 രൂപ എടുത്തേക്കാൻ കഴിയും. 25,000 എടുത്തേക്കാൻ കഴിയില്ല. അയാളിങ്ങനെ അതിന്റെ ഒരു അവസ്ഥ. കാരണം ദുനിയാവ് പറഞ്ഞാൽ അതാണ്. അയാൾക്ക് 15,000 രൂപ ഉണ്ടാവുമ്പോൾ അയക്കോറ ആകൂലൊക്കെ അടുക്കിട്ട് വെച്ച ആ ഭാഗത്ത് നോക്കലെന്നല്ലേ. അയാൾ മത്തി, അയില, മാന്തല് അല്ലെങ്കിൽ അതേമാതിരി എന്തെങ്കിലും ചെറിയ മീനിൽ അവിടെ നോക്കിയിട്ട് അതിന് വില ചോദിച്ചാൽ വാങ്ങിപ്പോണാണ്. ഇതിങ്ങനെ കൂടുന്നതിനനുസരിച്ച് നിങ്ങളൊക്കെ നോക്കി തുടങ്ങും. അവിടെ ഇങ്ങനെ പരിചയപ്പെടാൻ തുടങ്ങും. പിന്നെ അവസ്ഥകൾ മാറാൻ തുടങ്ങും. അങ്ങനെ മനുഷ്യൻ എന്നിങ്ങനെ എത്ര കിട്ടിയാലും മനുഷ്യർക്ക് മതിയാവാത്ത അവസ്ഥയിലേക്ക് പോകും. എന്നാ മനുഷ്യരോടാണ് പിശാച് പറഞ്ഞുകൊണ്ടിരിക്കും, തനിക്ക് പ്രശ്നം തൊട്ടടുത്ത് തീരും, ഇവിടെ തീരും പറയും. ഒരു 5,000 കൂടി കിട്ടാൻ പ്രശ്നം കഴിയുന്നത് തീരുള്ള വരും. അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഖുർആൻ പറയുന്നു, ദാഹിച്ചു വലഞ്ഞ് പരവശനായ ഒരാള് വെള്ളം അന്വേഷിച്ച് നടക്കുമ്പോ നല്ല നടുറോട്ടിലൊക്കെ ഇങ്ങനെ വെള്ളം മോളം തട്ടുന്ന പോലെ അതിന്റെ മരീചകൾ കാണാം. എയർപോർട്ടിലൊക്കെ നോക്കിയാൽ അവന്റെ റൺവേയിലൊക്കെ ഉണ്ടാവും, കരിപ്പൂരൊക്കെ നോക്കിയാൽ കാണാം, ഇങ്ങനെ വെള്ളം വെട്ടുന്നത് പോലെ കാണാം. ദാഹിച്ചു പരവശനായ ഒരാള് അത് വെള്ളമാണെന്ന് വിചാരിച്ച് അതിന്റെ അടുത്തേക്ക് പോയാൽ അതിന് വെള്ളം കിട്ടൂല. ശക്തമായ വെയിലല്ലാതെ വീണ്ടും അയാളുടെ വിയർപ്പൊലിച്ച് അയാൾ കൊണ്ട് ദാഹം ഉള്ള അധികരിച്ച ആളായി മാറുള്ളൂ. അയാൾ ദാഹം തീരില്ല. പ്രശ്നങ്ങൾ തീരുന്നു വിചാരിക്കും. റെയിൽവേ ട്രാക്കിൽ ഒരാൾ ഇറങ്ങി നിന്നിട്ട് അയാളിങ്ങനെ നോക്കിയാൽ കുറച്ച് ദൂരെ 2 ട്രാക്കും കൂടി ഒന്നാവുന്നത് കാണാം, ചേരുന്നത് കാണാം. ഇറങ്ങുന്നത് നോക്കുമ്പോ അങ്ങനെ തോന്നും നമുക്ക് അത് ചേരുന്നതായി. അയാൾ വിചാരിക്കാണ് അവിടെ ഇപ്പൊ ഒരു വണ്ടിയാണ് പോയിട്ടില്ല, ആ വണ്ടി അവിടെ മറിഞ്ഞിട്ടുണ്ടോ ഉറപ്പായിട്ടും. കാരണം ഒരു ട്രാക്കല്ലേ ഉള്ളൂ. അവിടെ വീട്ടിൽ ഇയാൾ നടന്നാൽ എന്താ ഉണ്ടാവുക? അയാൾ ഇറങ്ങി അങ്ങനെ നടക്കുകയാണ് വിചാരിച്ചത്. എവിടെയാണ് ജോയിന്റ് ആയത്? അയാൾ വിചാരിക്കും ഞാൻ അവിടെ നടന്നപ്പോ എവിടേക്ക് പിന്നി നടക്കും. അങ്ങനെ നടന്ന് ആ അഴുക്കിലൂടെ അയാൾ നടക്കുക എന്നല്ലാതെ അത് എവിടെ ജോയിന്റ് ആണെന്ന് അയാൾക്ക് കാണാൻ കഴിയില്ല. ഇതേപോലെ 25-ാമത്തെ വയസ്സിൽ പ്രശ്നം തീർക്കാൻ നോക്കി, നടന്നില്ല. പിന്നെ പ്രശ്നങ്ങളാണ്. 30 വയസ്സായി ഇപ്പോഴും പ്രശ്നമുണ്ട്, 35 ഇപ്പോഴും പ്രശ്നമുണ്ട്, 40 ഇപ്പോഴും പ്രശ്നമുണ്ട്. പ്രശ്നങ്ങൾ കൂടാൻ ഇങ്ങനെ തീർക്കാൻ വേണ്ടി നടന്ന് അവസാനം അവൻ ഖബറിലേക്ക് എത്തും. അവന്റെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അവൻ കൈ ആകെ മലത്തും. മനുഷ്യൻ പറഞ്ഞു മനുഷ്യൻ പറഞ്ഞു എന്റെ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിനെ. അല്ലാഹു തആല ഖിയാമത്തിന്റെ അവസ്ഥയെ കുറിച്ച് പറയുന്നു. കല്ലാ കല്ലാ ഇദാ ദുഖത്തിൽ അർദു ദക്കൻ ദക്ക വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ. ഭൂമി പൊടിക്കപ്പെടും. പ്രപഞ്ചത്തിന് നാശം ഉണ്ടാവും. ഈ കണ്ട ബിൽഡിംഗ് ഇതൊക്കെ എന്നും നിലനിർത്തും വിചാരിക്കേണ്ട. അതൊക്കെ നശിപ്പിക്കാൻ ഉണ്ടാക്കിയതാണ്. ടെമ്പററി ആണതൊക്കെ, താൽക്കാലിക ശ്രദ്ധ പൊളിക്കാനുള്ളതാണ്. ഭൂമി നശിപ്പിക്കപ്പെടും.
അന്ന് നിന്റെ റബ്ബ് വരും, മലക്കുകളൊക്കെ സഫായിട്ടുണ്ടാവും. ഖുർആൻ പറയാം, അന്നത്തെ ദിവസം ജഹന്നമിനെ കൊണ്ടുവരപ്പെടും. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹ് മുസ്ലിമിൽ റിവായത്ത് ചെയ്യുന്നുണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനമാണ്, ജഹന്നമിനെ കടിഞ്ഞാണിട്ട് വലിച്ചഴിച്ചാണ് കൊണ്ടുവരിക. എടുത്തു കൊണ്ടുവരാൻ ആരോട് കഴിയില്ല, വലിച്ചഴിച്ചിട്ടാണ് കൊണ്ടുവരിക. എങ്ങനെയാണ് അതിന്റെ കടിഞ്ഞാൺ എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജഹന്നമിന് 70,000 കടിഞ്ഞാണുകളുണ്ട്. 70,000 കടിഞ്ഞാണ് ജഹന്നമിന്, എന്ന് വെച്ചാൽ ചങ്ങലകൾ. 70,000 കുളത്തുകളിൽ ചങ്ങലകളുണ്ട്. ഓരോ ചങ്ങലയും പിടിച്ചിരിക്കൽ ശക്തന്മാരായ 70,000 മലക്കുകളായിരുന്നു. സഹീഹ് മുസ്ലിമിന്റെ റിവായത്താണ്, സഹീഹായ ഹദീസാണ്. 70,000 കടിഞ്ഞാണുകളിൽ ഒരു കടിഞ്ഞാണിനെ പിടിക്കുന്നത് 70,000 മലക്കുകൾ. എന്നിട്ട് അവർ വലിച്ചയച്ചു കൊണ്ടുവരും. അതാണ് ഈ വജീഅ യൗമഇദിൻ ബി ജഹന്നം. അന്നത്തെ ദിവസം ഈ ജഹന്നമിനെ കത്തിച്ചൊലിക്കുന്ന ഈ അഗ്നികുണ്ഡത്തെ കാണുമ്പോൾ മനുഷ്യൻ വിചാരിക്കും, അന്ന് മനുഷ്യൻ ചിന്തിച്ചു പോകും. അല്ലാഹ് ഉടനെ ചോദിക്കുകയാണ്, അന്ന് ചിന്തിച്ചിട്ട് എന്ത് കാര്യമാണ്? ഇതിപ്പം പറഞ്ഞുതരാൻ പറ്റും, ഇതിപ്പം പറഞ്ഞു തരാണല്ലോ. അന്നത്തെ ദിവസം മനുഷ്യൻ ചിന്തിക്കും, എന്നവൻ ചിന്തിച്ചിട്ട് എന്ത് കാര്യമാണ് അവനുള്ളത്? അവൻ പറയും, യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി. ലൈതനി എന്ന് പറഞ്ഞാൽ അറബിയിൽ ഒരു പ്രയോഗമുണ്ട്, ലഅല്ല ലൈത എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രയോഗം പറയുന്നത്. ലൈത എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യത്തിനെ ആഗ്രഹിക്കുന്നതിന്റെ പേരാണ് ഉപയോഗിക്കുന്ന പദാണ് ലൈത. ലഅല്ലല്ലാഹ അഫ്ളലകും അലൈന ലഅല്ലകും തത്തഖൂൻ എന്നൊക്കെ ഖുർആനിലുണ്ട്. ലഅല്ലകും തത്തഖൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ എന്നൊക്കെ പറയട്ടെ, നിങ്ങൾ വിജയികളായി തീരാൻ വേണ്ടി എന്ന് വെച്ചാൽ സംഭവിക്കാൻ സാധ്യത ഉണ്ടത്. ലൈത പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കൂല. അലാ ലൈത ശബാബ യഊദു യൗമ അലൗമല്ല അബാലക ഫഅഖറബ. യുവത്വം ഒന്ന് മടങ്ങി വന്നിരുന്നെങ്കിൽ എത്ര നന്നായെങ്കിൽ. 7 വയസ്സുള്ള ആളെന്ന് പറഞ്ഞാലും വരില്ലേ? ഇവര് വരും. 7 വയസ്സുള്ള ആൾക്ക് ഒരിക്കലും യുവത്വം വരില്ല. അവിടെ ഉപയോഗിക്കുന്ന വാക്കാണ് ലൈത്താണ്. ഒരിക്കലും സംഭവിക്കാത്ത കാര്യം. ആ വാക്കാണ് അല്ലാഹു പറഞ്ഞത്. യഖൂൽ, അവൻ പറയും, യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, എന്റെ ഈ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ. എനിക്ക് 50 കൊല്ലം, എനിക്ക് 60 കൊല്ലം, എനിക്ക് 70 കൊല്ലം ഭൂമിയിൽ അല്ലാഹു തന്നിരുന്നു. അതൊക്കെ ദുനിയാവിന്റെ പ്രശ്നങ്ങൾ, ഭാര്യന്റെ പ്രശ്നങ്ങൾ, മക്കളുടെ പ്രശ്നങ്ങൾ, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, അതൊക്കെ തീർക്കാനും അതിനുവേണ്ടി അതിന്റെ പരിഹാരത്തിനും അതിന്റെ ഉന്നമനത്തിനും വിജയത്തിനൊക്കെ വേണ്ടി ഓടി നടന്നു. അവസാനത്തൊന്നുമില്ലാതായി. ഈ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായനെ. അന്നേ ദിവസം അന്നത്തെ ദിവസം അല്ലാഹു ശിക്ഷിക്കുന്ന പോലെ ഒരാളും ശിക്ഷിക്കില്ല. അവൻ ബന്ധനസ്ഥനാക്കുന്നത് പോലെ വേറൊരാൾ ബന്ധനസ്ഥനാക്കുകയും ചെയ്യില്ല. എന്ന് വെച്ചാൽ അതിന് ഊരാൻ, അതിന് രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല. അല്ലാഹു പറയാൻ, ഭൂമിയിൽ സമാധാനത്തോടുകൂടി ജീവിച്ചവർ. മരിച്ചതിന് ശേഷം മാത്രമല്ല, ഒരു ഭൂമി ജീവിക്കുന്ന സമാധാനത്തിലല്ലോ. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അവർക്ക് സമാധാനം ഉണ്ടാവും. അപ്പൊ ഈ പ്രശ്നം ഉണ്ടാവുക എന്നുള്ളത് എന്തോ സംഭവമൊന്നുമല്ല, ദാരിദ്ര്യം ഉണ്ടാകുന്നത് മോശമായ കാര്യമൊന്നുമല്ല. നമ്മളങ്ങനെ തെറ്റിദ്ധരിച്ച് ദാരിദ്ര്യം ഉണ്ടാകുക, വാടക വീട്ടിൽ താമസിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായാൽ ആ മോശമുള്ള കാര്യം ഒരിക്കലല്ല. പട്ടിണി അതൊക്കെ ഇസ്ലാമിന്റെ ഈ കാര്യത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട്ടിണി നടന്നിട്ടുണ്ട്, സഹാബാക്കൾ പട്ടിണി നടന്നിട്ടുണ്ട്, അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവരൊക്കെ പട്ടിണിയാണ്. പട്ടിണി ഒരിക്കലും മോശമല്ലേ? ആരെ പറഞ്ഞോളൂ? നമ്മളങ്ങനെ തെറ്റിദ്ധരിച്ചതാണ്. ഇവിടെ ഭയങ്കര സെറ്റപ്പ് ജീവിക്കണം, ഇവിടെ ഭയങ്കര അങ്ങനെ ജീവിക്കണം. സഹാബാക്കൾ പട്ടിണി നടന്നിട്ടുണ്ട്, അല്ലാഹു റസൂലിന്റെ തങ്ങൾ വയറിൽ കല്ല് വെച്ചിട്ടുണ്ട്, സഹാബാക്കൾ കിട്ടിയിട്ടുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രയാസങ്ങൾ ആരാ പറഞ്ഞത്? ഭൂമിയിൽ എന്താ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിനെ സന്തോഷത്തോടെ നേരിടുക ഇതെന്റെ റബ്ബിന്റെ ഭാഗത്തുള്ള അനുഗ്രഹമാണ്. സാരില്ല, നമുക്ക് അവിടെ സൂക്ഷിക്കാനുള്ളതാണ്. സാരില്ല, നമുക്ക് ഇവിടെ ദുനിയാവിൽ ഉണ്ടാവും. തങ്ങളെ ഏറ്റവും കഷ്ടപ്പെട്ട നിലയിൽ വളർത്തിയത് ഇതിനാണ്. തങ്ങൾ ചെയ്യാവുന്നതാണ് എന്ന ഉമ്മത്തി അവരുടെ മൂല്യ നിബിധന ശാസ്ത്രത്തെ കുടിക്കുമ്പോൾ മനസ്സിലാവും ഇതിനേക്കാളും കഷ്ടപ്പാടില്ലായ്മ ആരുണ്ടായിരുന്നത് അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ നമ്മൾക്കൊക്കെ ഏറ്റവും ഭയങ്കര സുഖത്തിലാണ്. അതുകൊണ്ട് ഒരു ഉമ്മത്തി വേദന ആവണ്ട, ഒരു ഉമ്മത്തി കഷ്ടപ്പെടണ്ട. അതുകൊണ്ട് സഹാബാക്കൾക്ക് പട്ടിണിയിലേക്ക് നമ്മൾ വിചാരിക്കണ്ട. പക്ഷെ ഒരു ആഖിറത്തിലെ പ്രശ്നങ്ങൾ ആലോചിക്കുമ്പോൾ
അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമായിട്ടേ തോന്നിയിട്ടില്ല. ഇതൊരു പ്രശ്നമായിട്ട് തന്നെ തോന്നിയിട്ടില്ല. അവരുടെ സഹാബാക്കൾ അവരുടെ ജീവിതത്തിൽ അവർ ആഖിറത്തിന് വേണ്ടി ഒരുങ്ങി, അവർ ക്ഷമിച്ചു, അവർ സഹിച്ചു, അവർ ആഖിറത്തിലേക്കുള്ള അതിന്റെ സന്തോഷം വാർത്ത. അനസ് ബിൻ നബർ റളിയല്ലാഹു അൻഹു നല്ല ചെറുപ്പക്കാരനാണ്. ബദർ യുദ്ധം നടക്കുമ്പോൾ അദ്ദേഹം എവിടെയായിരുന്നേ, അദ്ദേഹത്തിന് ബദറിൽ പങ്കെടുക്കാൻ പറ്റില്ല. ബദർ യുദ്ധം കഴിക്കുമ്പോൾ അവരെ പറ്റിയുള്ള ഫളായിലും അവരെ മഹത്വമൊക്കെ പറഞ്ഞ സാബി ഭയങ്കര സങ്കടമായി, എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അദ്ദേഹം ഇനിയൊരു അവസ്ഥ വരികയാണെങ്കിൽ അതിൽ ഞാൻ ഏറ്റവും മുന്നിലുണ്ടാവുന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി നിൽക്കുമ്പോഴാണ് ഉഹദ് വന്നത്. അങ്ങനെ ഉഹദിൽ അദ്ദേഹം പങ്കെടുത്തു. മുസ്ലിമീങ്ങൾക്ക് ആദ്യം വിജയം ഉണ്ടായി, പിന്നീട് മുസ്ലിമീങ്ങൾക്ക് അല്പം പരാജയം ഉണ്ടായി. പരാജയത്തിന്റെ സമയത്ത് ചിതറി ഓടി. ആ ഓടുന്ന ഒരു സംഘം ആൾക്കാരോട് അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ടാണ് ഓടുന്നത്? നിങ്ങൾ എവിടേക്കാണ് ഓടുന്നത്? അല്ലാഹുവിന്റെ തങ്ങളെ എവിടേക്കാണ് ഓടുന്നത്? നിങ്ങൾ ഓടല്ലേ, നിങ്ങൾ വരി എന്നൊക്കെ പറഞ്ഞ് അവരെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ വാളൂരി അദ്ദേഹം യുദ്ധ മൈതാനിലേക്ക് നടന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ഉഹദിന്റെ താഴ്വരയിൽ നിന്ന് എനിക്ക് സ്വർഗത്തിന്റെ മണം കിട്ടുന്നുണ്ട്. ഈ ഇരിക്കുന്ന ഒരുപാട് മനുഷ്യർ ഉഹദ് മലമദീനയിൽ പോയിട്ട് കണ്ടിട്ടുണ്ടാവും, ഉഹദിന്റെ താഴ്വരയിൽ പോയിട്ടുണ്ടാവും. നമുക്ക് ആർക്കും മറന്നിട്ടില്ല. പക്ഷേ അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു ഭൂമിയുടെ തൊലിപ്പുറത്ത് ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗത്തിന്റെ മണം കിട്ടിയെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് ഉഹദിന്റെ താഴ്വരയിൽ സ്വർഗത്തിന്റെ മണം കിട്ടുന്നുണ്ട്. ഒരാൾക്ക് വേണ്ടി ജീവിച്ചു നിൽക്കണേ. അദ്ദേഹം ശത്രുക്കളെ എതിരിട്ടു, അദ്ദേഹം ഷഹീദാക്കപ്പെട്ടു. 80 ചിന്നാനും മുറിവുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായി. രക്തം വാർപ്പൊലിച്ച് മണ്ണിൽ കുഴഞ്ഞ് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മൈതാനിൽ കണ്ടത്. ഒരു ജീവിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, ഒരു അല്ലാഹുവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. നമ്മളാർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? നമുക്ക് ഈ കഴിവ്, സമ്പത്ത്, ഭാര്യ, മക്കൾ, അധികാരം, പൊസിഷൻ ഇതൊക്കെ തന്നത് ആരാ തന്നത്? എന്തിനാ തന്നത്? എന്തിനാ ഉപയോഗിക്കുന്നത്? ഈ സമ്പത്ത് ആർക്ക് വേണ്ടി തന്നു? എന്തിനു ഉപയോഗിക്കുന്നു? ആരാണ് തന്നത്? ആർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? സഹാബാക്കൾ വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അശ്റഫുൽ മുബശ്ശിരീൻ 10 ഒരാളാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞ ഒരു യുദ്ധ മൈതാനിയിൽ വാ സഅദ് എന്ന് പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു, വാ സഅദ്. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു രണ്ടാൾ ഇങ്ങനെ പോയി നടന്നു പോയി ഒരു മൂലയിലെത്തി. ആരുമില്ല, ഒരെണ്ണാളേ ഉള്ളൂ. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് പറഞ്ഞു, ഇവിടേക്ക് നമുക്ക് ദുആ ചെയ്യാം അല്ലാഹുവോട്. ഞാൻ ദുആ ചെയ്യില്ല, ആമീൻ പറയാ. നീ ദുആ ചെയ്യില്ല, ഞാൻ ആമീൻ പറയാ. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഅദ് നീ ദുആ ചെയ്യാൻ. സഅദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു, അല്ലാഹുവേ നാളെ യുദ്ധം നടക്കുന്ന സമയം അതിശക്തിമാനായ ഒരു ശത്രുവിനെ എനിക്ക് നേരെ വിടുകയും ഞാൻ അവനോട് യുദ്ധം ചെയ്യുകയും അവൻ എന്റെ മേൽ കടന്നാക്രമണം നടത്തണം, ഞാൻ അവനോട് തിരിച്ചും അവസാനം എന്റെ വാടിനിരയായി അവൻ കൊല്ലപ്പെടണം, അവന്റെ ഗനീമത്തും അവന്റെ ബാക്കി സ്വത്തുക്കളും ഉണ്ടാവണം എന്ന് പറഞ്ഞു. ശക്തമായ ധീരതയാണ് സഅദ് ബിൻ അബീ വഖാസിന്റെ. അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ആമീൻ പറഞ്ഞു. തൊട്ടടുത്ത് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് ദുആ ചെയ്തു, അല്ലാഹുവേ നാളെ മൈതാനിയിൽ അതിശക്തനും ധീരനുമായ ഒരു ശത്രുവിനെ എനിക്ക് നേരെ വിടണം, ഞാൻ അവനുമായി യുദ്ധം ചെയ്യണം, അവസാനം ഞാൻ അവനോട് പൊരുതണം, അവസാനം അവൻ എന്റെ മേൽ കടന്നാക്രമണം നടത്തി എന്നെ വധിക്കണം, എന്നെ ഷഹീദാക്കപ്പെടണം, എന്നിട്ട് എന്റെ കൈകൾ, എന്റെ കൈയിന്റെ വിരലുകൾ, എന്റെ മൂക്ക്, എന്റെ ചെവി അതൊക്കെ മുറിച്ചെടുക്കണം, എന്നിട്ട് നാളെ മഹ്ശറിൽ ഞാൻ വരും. അന്ന് നീ എന്നോട് ചോദിക്കണം, അബ്ദുള്ള നിന്റെ മൂക്ക് എവിടെ? അബ്ദുള്ള നിന്റെ ചെവി എവിടെ? അബ്ദുള്ള നിന്റെ വിരലുകൾ എവിടെ? ഞാൻ ഇതൊക്കെ തന്നിരുന്നത് എവിടെ എന്ന് നീ എന്നോട് ചോദിക്കുമ്പോ അതൊക്കെ നിന്റെ തൃപ്തിയും നിന്റെ മാർഗത്തിൽ അതൊക്കെ മുറിക്കപ്പെട്ടു എന്ന് പറയാൻ എനിക്ക് അവസരം തന്നെ. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് പിറ്റേന്ന് മൈതാനത്ത് യുദ്ധം നടന്നു. യുദ്ധം കഴിഞ്ഞ് വൈകുന്നേരം മടങ്ങി പോകുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിന്റെ വിരലുകളും ചെവിയും മൂക്കൊക്കെ ഒരു കയറിൽ കോർത്തൊരു മാല പോലെ കെട്ടി ഒരു മരത്തിന്റെ കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു. സത്യത്തിൽ അവർക്ക് തന്ന ഈ ശരീരത്തിനോട് അള്ളാഹ്ക്കുള്ള കൂറോട് കാട്ടിവിടുക. സമ്പത്തിന്റെ ഏതാനും ചെയ്യുന്നുണ്ട്, ഇക്കൊക്കെ സമ്പത്തിന്റെ നമ്മൾ എന്താ ചെയ്യുന്നത്? ദുനിയാവിന്റെ മേൽ ദുനിയാവുണ്ടാക്കാൻ ഓടുക. ഫർദുസ്കാരങ്ങൾ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് സമുദായത്തിൽ. കച്ചവടത്തിന്റെ തിരക്ക് പറഞ്ഞിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കച്ചവടം ചെയ്യുന്നത്? നിന്റെ ഭാര്യയും മക്കളെ നോക്കുന്നത് നീയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ സഹോദര, നമ്മളെ പോലെ നോക്കുന്നത് നമ്മളല്ല. നമ്മൾ മുഴുവൻ കാര്യങ്ങളും നടത്തുന്നവൻ അല്ലാഹുവാണ്. നമ്മുടെ റാസി അല്ലാഹുവാണ് റാസി. നമുക്ക് തരുന്ന മുഴുവൻ അവനാണ്. നമ്മളെ പോറ്റുന്നവൻ അവനാണ്. ശ്വാസം ശ്വസിക്കുന്നതും ഉച്ഛ്വസിപ്പിക്കുന്നവനും അവനാണ്. ഹാർട്ടിനെ നിയന്ത്രിക്കുന്നവൻ അവനാണ്. ഈ അല്ലാഹുവിനെ അറിയാതെ മനുഷ്യൻ എവിടെക്കാണ് ജീവിക്കുന്നത്? ഞാൻ ആരാണ്?
ഞാൻ എന്തോ സംഭവമാണ് വിചാരിക്കാൻ. എന്ത് സംഭവ? ഒരു സ്ട്രോക്ക് വന്ന അവിടെ കറന്നാ പിന്നെ ഒന്നുമല്ല. അവന്റെ യുക്തി, അവന്റെ സാമർത്ഥ്യം, അവന്റെ കഴിവ്, അവന്റെ ബന്ധങ്ങൾ ഒന്നും ഒരു ഉപകാരമില്ല. ഇത് ഫുള്ള് നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ ശരീരം മുഴുവൻ അവന്റെ കയ്യിൽ, നമ്മുടെ വസ്തുക്കൾ മുഴുവൻ അവൻ നൽകിയതാണ്. വെറുങ്കയോട് കൂടിയാണ് വന്നത്. ഖാലിഹാത്തായ വെറുങ്കയോട് കൂടിയാണ് വന്നത്. അവർ ഖാലിഹാത്ത് ജാനാണ്. വെറുങ്കയോട് കൂടിയാണ് നമ്മൾ എല്ലാവരും പോണത്. കോടികളുടെ ആസ്തിയുള്ള ആളെ കയ്യിൽ ഒന്നുമില്ല. ആളെ കയ്യിൽ ഇങ്ങനെ വയറിന്റെ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ആ മയ്യത്തിനെ കൊണ്ടോളും. ഒന്നുമില്ല. അവർ കഫത്തുണികൾ മാത്രം. പിന്നെ എന്തിനു മനുഷ്യൻ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം? അള്ളാഹ് പറഞ്ഞത് എന്തിനായി ദുനിയാവ്? നമ്മുടെ കച്ചവടങ്ങൾ, നമ്മുടെ കൃഷികൾ, നമ്മുടെ ഉദ്യോഗങ്ങൾ, നമ്മുടെ പദവികൾ അള്ളാഹിനെ പറ്റില്ലെങ്കിൽ, അള്ളാഹിനെ അനുസരിക്കാൻ നമുക്ക് വഴിയില്ലെങ്കിൽ പിന്നെ എന്തിനത്? ഇത് ചിന്തിക്കാനുള്ള അച്ചോറും ബുദ്ധിയും നമുക്കില്ലേ? നമ്മൾ കെലിമയുടെ അഖിലുകാരൻ കാര്യങ്ങൾ നടത്തുന്നവൻ അള്ളാഹ് മാത്രം തങ്ങളുടെ മുബാറക്കായ കൈകൊണ്ട് മണ്ണ് വാരി എറിഞ്ഞു. ശത്രുക്കൾക്ക് നേരെ അവരെ കണ്ണുകളിലെല്ലാം എത്തിച്ചു അല്ലാഹു തആല. എന്നിട്ട് ആ സംഭവത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, വമാ റമൈത ഇദ് റമൈത വലാകിൻ അല്ലാഹ റമ. വമാ റമൈത ഖുർആൻ വമാ റമൈത നബിയെ തങ്ങൾ എറിഞ്ഞിട്ടില്ല. ഇദ് റമൈത തങ്ങൾ എറിഞ്ഞ സന്ദർഭത്തിൽ തങ്ങൾ എറിഞ്ഞിട്ടില്ല. വലാകിൻ അല്ലാഹ റമ എറിഞ്ഞവൻ അല്ലാഹുവാണ്. പഠിപ്പിക്കണം നമ്മളെ. കാര്യങ്ങൾ തട്ടിത്തരുന്നവൻ അല്ലാഹുവാണ്. റാസിഖ് അല്ലാഹ്, റിസ്കിന്നവൻ അല്ലാഹുവാണ്. അതല്ലാതെ ആരാ നമുക്ക് റിസ്കിരാനുള്ളത്? നമ്മുടെ കാര്യങ്ങൾ ആരാ നിയന്ത്രിക്കുന്നത്? ഞാൻ ഭയങ്കര സംഭവം നടത്തി. നമുക്ക് കാല് പൊന്നിക്കില്ലേ അമൃത് കഴിഞ്ഞു. നമ്മുടെ കണ്ണ് തുറന്നിട്ടില്ലേ അമൃത് കഴിഞ്ഞു. നമ്മുടെ കച്ചവടം മാറിപ്പോയാൽ കഴിഞ്ഞു. രണ്ടു വാക്ക് അങ്ങോട്ടും കൊണ്ട് അർത്ഥമില്ലാത്തവരുടെ മക്കളെ പിടിച്ചിട്ട് റൂമിട്ട് കൂട്ടും. കോടികളുടെ ആസ്തിയുള്ള വാപ്പനെ കൂട്ടിയിടും. ആർക്ക് വേണ്ടി സംഭവിക്കും? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി അവന്റെ അള്ളാൻ അറിയണം. വേറെ പറയുകയൊക്കെ പിന്നെ ആദ്യം അറിയേണ്ടത് അതാണ്. അള്ളാൻ അറിയണം. അള്ളാൻ അറിയാത്തവരൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാനെന്തോ ഭയങ്കര സംഭവമാണ്, ഞാനെന്തോ ഭയങ്കര സെറ്റപ്പാണ് എന്നും നമ്മൾ ചിന്തിക്കണ്ട. കാര്യങ്ങൾ നടത്തുന്നവൻ അള്ളാഹു മാത്രം. അവന്റെ അടിമകളാണ് നമ്മളെ. അടുത്ത വെള്ളിയാഴ്ച ഇവിടെ നിൽക്കാത്തൊന്നും അറിയില്ല. നമുക്കറിയില്ല. നമ്മളത്രയും നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾക്കൊക്കെ നമ്മുടെ ഫാനിന് ചിലപ്പോൾ 3 കൊല്ലോ 2 കൊല്ലോ വാറന്റി ഉണ്ടാവും. നമ്മൾ വാങ്ങിയ അല്ലെങ്കിൽ നമ്മുടെ വാച്ചിന് മൊബൈലിനൊക്കെ ഉണ്ടാവും. അത് ഉപയോഗിക്കണേ എനിക്ക് എത്ര വാറന്റി ഉള്ളത് ഒരറിവില്ല. എന്ത് സംഭവിക്കും ആർക്കും അറിയില്ല. നമ്മുടെ മരണങ്ങൾ എങ്ങനെയാണ് അതും അറിയില്ല. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിനെ ചിട്ടപ്പെടുത്തുക. മരിക്കുന്നതിന് മുമ്പാണ് ചിട്ടപ്പെടുത്തല്. മരിച്ചു കഴിഞ്ഞാൽ ആർക്കൊക്കെ ഉണ്ടാവും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. മരിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് വരുന്നിട്ട്, എന്റെ മഹല്ലാർക്ക് വരുന്നിട്ട്, എന്റെ നാട്ടുകാരെല്ലാവരും പാടത്ത് വരുന്നു, പള്ളിയിലെ ഖത്തീബും ഉസ്താദും എല്ലാവരും പാട് ചേർന്നിട്ട് നമ്മളെ സ്വർഗത്തിലാക്കുന്നു. അതാണ് വിചാരിക്കുന്നതുമാണ്. നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യാം. നമ്മൾ നമ്മുടെ ആഹാരത്തിന് വേണ്ടി ഒരുങ്ങാം. അതിന്നും ഒരുങ്ങിയാൽ അത്രയില്ല. അവിടെ ഒന്നാദ്യം ചെയ്യേണ്ട പണിയുണ്ട്. ഒന്നാദ്യം ചെയ്ത് ഈ ഇരിക്കുന്ന എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയാം, ജുമാക്ക് വന്ന നമ്മളോട് നമ്മൾ മനസ്സിലാക്കി വെച്ചു പോകേണ്ട കാര്യം ഇതാ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആദ്യം ചെയ്യേണ്ടത് റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് എവിടെയെങ്കിലും 2 4 റക്അത്ത് നിസ്കരിച്ച് ഇരുന്നിട്ട് സ്വസ്ഥമായി കൈപൊന്തിച്ച് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഒരു സലാത്ത് ചൊല്ലിട്ട് മലയാളത്തിൽ അല്ലാഹുവോട് പറയാൻ തുടങ്ങുക, ഏ അല്ലാഹ് എനിക്ക് മുക്തിയല്ല, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, നീയാണ് എന്നെ പരിപാലിക്കുന്നത്, ഞാൻ ഒന്നുമല്ല, ഞാൻ ഭയങ്കര സംഭവമാണെന്നൊക്കെ എല്ലാവർക്കും എനിക്കൊക്കെ തോന്നിട്ടെങ്കിലും അതൊന്നുമല്ല. എന്റെ കയ്യും എന്റെ കാലും എന്റെ കണ്ണും എന്റെ ശരീരം മുഴുവൻ നിയന്ത്രിക്കുന്നത് നീയാണ്. ഞാൻ ഇന്നോട് ഒരുപാട് ഇതിന് ചെയ്തു, ഞാൻ ഒരുപാട് അനുസരണക്കേട് കാണിച്ചു, നീ ചെയ്യേണ്ടെന്ന് പറഞ്ഞൊക്കെ ചെയ്തു പോയി. എനിക്ക് മാപ്പ് വരുന്നത് നീ അല്ലാതെ പുറത്തുതരാൻ വേറെ ആരുമില്ല. നീ പുറത്തു തരാൻ കഴിവുള്ളവനാണ്. ഏത് ചമ്മടിക്കും അള്ളാഹു കൊടുത്തു കൊടുക്കും. 100 ആളെ കൊന്നാക്കും അള്ളാഹു കൊടുത്തു കൊടുക്കും. അള്ളാഹുവിന്റെ കരുണേക്കാൾ അവന്റെ മഹ്ഫിറത്തിനേക്കാൾ വലിയ വേറൊരു അവസ്ഥ ഇല്ല. ആരോ ഒരാൾക്ക് പുറത്തു കൊടുക്കില്ല എന്ന് പറയാൻ, നിൽക്കുന്ന അള്ളാഹ് പുറത്തുതരില്ല എന്ന് പറയാൻ ആരോടുള്ളത്? ഒരാളും ഇല്ല. 100 ആളെ കൊന്നവൻ പുറത്തു കൊടുത്തവൻ. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തുക. ഞാൻ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തു. ഇനി എന്റെ ജീവിതത്തിൽ അതിലേക്ക് ഞാൻ തിരികെ പഠിച്ചോനെ, ഞാൻ നന്നായിക്കോളെ പഠിച്ചോനെ. അതെന്റെ സംഭവിച്ചു പോയതാണ്. എന്റെ ഈ 50 കൊല്ലം, എന്റെ ഈ 40 കൊല്ലം, എന്റെ ഈ 60 കൊല്ലം ചെയ്ത് മുഴുവൻ ഈ സമയത്ത് എന്റെ കൈ മുഖത്ത് ചേരുന്നതിന് മുമ്പ് എനിക്ക് പുറത്തുതരാൻ കഴിവുള്ളവനാണ് നീ, പുറത്തു തരണേ എന്ന് ആദ്യമായിട്ട് അള്ളാഹ് പറയാം. ഒന്നാമതിന്റെ അവിടെ തൗബ. ഇതിന്റെ പേരാണ് തൗബ എന്ന് പറഞ്ഞത്.
ഹൃദയത്തിന്റെ ഉള്ളിൽ ഖേദം ഉണ്ടാകാം, സംഭവിച്ചതിനെ കുറിച്ച് ദുഃഖം ഉണ്ടാകാം, ഇനി ഒരിക്കലും ചെയ്യൂല എന്നുള്ള ദൃഢനിശ്ചയം. ഇതാണ് തൗബാന്ന്. ഇത് ഇനി റമദാന്റെ അവസാനം വിളിച്ചിട്ട് വേണ്ട, എന്നും ഏത് സമയത്തും മനുഷ്യന് തിരിയാം, എപ്പോഴും തിരിയാൻ പറ്റിയവനാണ് അള്ളാഹ്. അള്ളാഹിനെ പോലെ ഒരാളില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ സെറ്റപ്പ് ഉള്ള ആള് പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒരൊക്കെ കാണണമെങ്കിൽ അതിനൊക്കെ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, ഒരു ഭയങ്കര തിരക്കന്നല്ല. പക്ഷെ പ്രപഞ്ചത്തെ അടക്കി ഭരിക്കുന്ന മാലിക്കുൽ മുൽക്കായ അള്ളാഹിനെ ഏത് നിസ്സാരനായ ഒരു അടിമക്കും ഇടപെടാൻ ഇന്ന സമയത്ത് ഒഴിവില്ല എന്നില്ല, ഏത് സമയത്തും കൈവന്നിക്കാം. അള്ളാഹ് പുറത്തേറെ റെഡിയുള്ളവരാണ്. ജീവിതത്തിന് തിരുത്താൻ തയ്യാറാകുക, കഴിഞ്ഞതിൽ മാപ്പ് ചോദിക്കുക, കൃത്യമായ അഞ്ചത്ത് നമസ്കരിക്കുക, നമസ്കാരത്തിന് ശേഷമുള്ള തസ്ബീഹാത്തുകൾ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 അല്ലെങ്കിൽ 33 പറയുകയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ 100 പൂർത്തിയാക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ ഇത് പൂർത്തിയാക്കുകയാണെങ്കിൽ അവന്റെ മുഴുവൻ തിന്മകളും അല്ലാഹു പുറത്തു കൊടുക്കും. ഫഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിലെ നുരകൾക്ക് സമാനം പാപങ്ങൾ ഉണ്ടെങ്കിലും, സമുദ്രത്തിലെ നുരകൾക്ക് സമാനം. അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ? കൃത്യമായ അഞ്ചെടുത്ത് നിസ്കരിക്കാം. ഇതുവരെ കഴിഞ്ഞത് അതിനെപ്പറ്റി തോബയ്യ, ഇനി മുതൽ നിസ്കാരം ചാലു വെക്കാം. നിസ്കരിക്കുന്നുണ്ടാവും നമ്മൾ എപ്പോഴെങ്കിലും അല്ല, കൃത്യമായി ഇമാം ജമാഅത്തിൽ നിസ്കരിക്കാം. സുന്നത്തുള്ള സുന്നത്തുകൾ നിസ്കരിക്കുക. ഖുർആൻ ശരീഫിന്റെ തിലാവത്ത്, ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിൽ നമ്മൾ അതിനെ പഠിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ അള്ളാഹുവിലേക്ക് തിരിയാം. നമ്മളെന്താ ഈ ഡിസംബർ തീരാൻ പോകും, അടുത്ത ആഴ്ച കഴിഞ്ഞാൽ ഏകദേശം നമ്മളത് ദിവസം തീരും. ഒരു വർഷം കഴിഞ്ഞു. ഈ വർഷത്തിൽ എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കിയത്? 2004 എന്ന് പറഞ്ഞത് കഴിഞ്ഞു. ഇതിലെന്തൊക്കെ സംഭവിച്ചു? ഒറ്റക്കൊന്ന് ആലോചിച്ച് നോക്കി. എന്തൊക്കെ കഴിഞ്ഞ് കടന്നു പോയി, ഏതെല്ലാം അവസ്ഥകളിലൂടെ നമ്മൾ കഴിഞ്ഞു പോയി. ഇനി 2025 എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാവുമോ? എന്റെ അവസ്ഥ എന്തായിരിക്കും? ഇതൊക്കെ ഒന്ന് ആലോചിക്കും. എന്നിട്ട് അള്ളാഹുവിലേക്ക് തിരിയും. ഇല്ലെങ്കിൽ സാർമാരെ ദുനിയാവിന്റെ പ്രശ്നങ്ങളെ തീർക്കാൻ നടന്നാൽ തീരെയില്ല. ഒന്ന് കഴിയുമ്പോൾ അതങ്ങനെ ഞങ്ങൾക്ക് റെയിൽവേ ട്രാക്കിലൂടെ നടക്കാൻ പറഞ്ഞ മാതിരി അങ്ങനെ ഓടേണ്ടി വരും. അവസാനം ഏതെങ്കിലും ഒരു സമയത്ത് അയാൾ മരിച്ചിട്ടുണ്ടാവും. അയാളെ പറ്റി എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും, ഇന്നാൾ മരിച്ചിട്ട് പറയും. തന്നെ അയാൾക്ക് എന്തെങ്കിലും ചോദിക്കും, സുഖല്യെന്നും ചോദിക്കും. സുഖല്യെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒരു സമാധാനമാണ്, സുഖമില്ലാത്തതുകൊണ്ട് മരിച്ചാണ്. രാത്രിയാണ് മരിച്ചെങ്കിൽ ആരും ആക്കിയിട്ടൊന്നുമില്ലെങ്കിൽ ഒരു സൈലന്റ് അറ്റാക്ക് എന്ന് പറയും. ഇതൊക്കെ പേരുകൾ മാത്രമാണ്. നീ നിശ്ചയിച്ച ദിവസം അയാൾ പോയി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതിലേക്ക് നടന്ന് നീങ്ങാൻ നമ്മൾ മുസ്ലിമായിട്ട് മരിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിലാഷം അതാണ്, ഞാൻ മുസ്ലിമായി മരിക്കണം. യൂസുഫ് അലൈഹി ഇസ്ലാമിന് അധികാരം കിട്ടി. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറ السماوات والأرض അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നെ മുസ്ലിമായി മരിപ്പിക്കണം. അധികാരമൊക്കെ കിട്ടിയാൽ പറഞ്ഞു എനിക്ക് ഞാൻ അടുത്ത രാജ്യത്തിന് അധികാരമാണെന്നല്ല, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ പറഞ്ഞു. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ. ഈ ഇരിക്കണ എന്തെങ്കിലുമൊക്കെ ദുആയും പരിശുദ്ധമായി നമ്മളെ മുസ്ലിമായി നമുക്ക് ജീവിച്ച് മുസ്ലിമായി മരിക്കണം. അള്ളാഹ് അനുസരിക്കണം. ഇവിടെ പലതും നടക്കും. എന്തോ അതിനങ്ങനെ വിട്ടേക്ക്. ദുനിയാവിലെത്ത് പോകുന്ന ആവാതെ കൊത്തിയില്ലേ? ദുനിയാവിൽ ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടാവും, രാത്രിയായിട്ടും അല്ലാത്തതായിട്ടും കുറേ വസ്തുക്കൾ ഉണ്ടാവും. എന്തോ അതിനവിടെ വിട്ടേക്ക്. അതാണ് നടന്നോട്ടെ. നമ്മളെ നോക്കി ഞാൻ മുസ്ലിമായി മരിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടത് നോക്കി. അപ്പൊ അല്ലാഹു തആല വഴികൾ തുറന്നു തരും, ജീവിതത്തിന് ട്രാക്ക് ഉണ്ടാക്കി തരും. അതുകൊണ്ട് ജീവിതത്തിന്റെ സമ്പത്തും ശരീരവും കഴിവും യോഗ്യതകളൊക്കെ അള്ളാഹുവിന്റെ തൃപ്തിയുടെ വഴിയിൽ ചെലവാക്കണം. ഈ തിരക്ക് പിടിച്ച ദുനിയാവും ഒരല്പസമയത്തേക്ക് മാറണം. നമുക്കറിയില്ല, ഇവിടുന്ന് ഗൾഫിൽ പോയ പൈസ ഉണ്ടാവും. ഗൾഫിലൊക്കെ ഏകദേശം ഇവിടുത്തെ ശമ്പളം തന്നെ അവിടെ കിട്ടുന്നത്. പക്ഷെ എന്താ പറയുക, കുടുംബത്തിൽ നിന്നൊക്കെ വിട്ടിക്കാണ്. അതുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ എന്തെങ്കിലും സമ്പാദ്യം ബാക്കി ഉണ്ടാവും. ഇതേപോലെ തന്നെയാണ് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒരു കുറച്ച് സമയം നമ്മൾ മാറ്റിയെടുത്ത് മസ്ജിദുകളിലായി സമയം ചെലവാക്കിയാൽ അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ ഗുണങ്ങൾ തരും. അതിന് വേണ്ടിയിട്ടാണ് സംഘങ്ങളായി, സംഘം എന്ന് പറഞ്ഞാൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സംഘങ്ങളായി 5 10 ആളൊക്കെ കൂടി പള്ളിയിൽ ഇങ്ങനെ വരുന്നത്. ഓരോരോ ആശയം ഉണ്ടാക്കാൻ വരികയാണ്. ഓരോരോ തിരക്കിന്റെ ജീവിതത്തിനിടയിൽ തൗബ ചെയ്യാനും അല്ലാഹുവിലേക്ക് തിരിയാൻ വരുന്നതാണ്. നമ്മളും ഇതേപോലെ നമ്മളെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ സമയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. അല്ലാഹുവിലേക്കുള്ള ഒരുക്കത്തിന് മടക്കത്തിനുള്ള തയ്യാറെടുപ്പുണ്ടാക്കുക. ദാലിക്കൽ യൗമുൽ ഹഖ്, ആ ദിവസം ഹഖാണ്. ഖുർആൻ പറയാം ഖിയാമത്ത് നാൾ ഹഖാണ് ട്ടോ. ദാലിക്കൽ യൗമുൽ ഹഖ് ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബി മആബ. ആരെങ്കിലും അവരുടെ റബ്ബിലേക്ക് ഒരു അഭയകേന്ദ്രം, ഒരു രക്ഷാ കേന്ദ്രം വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഭൂമിയിൽ നിന്ന് ഉണ്ടാക്കിക്കൊള്ളട്ടെ. അതിന് വേണ്ടിയിട്ടാണ് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ ആളുകളൊക്കെ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ആരോഗ്യം മസ്ജിദുകൾ കയറി ഇറങ്ങി അള്ളാഹിനെ പറ്റി പറയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കാര്യം ഇറങ്ങും, ജീവിതങ്ങൾ നന്നാവാൻ തുടങ്ങും,
മരണം നന്നായി കിട്ടിയാൽ മാഷാ അല്ലാഹ് ആഖിറത്തിൽ എന്നേക്കുമായിട്ടുള്ള സ്വർഗ്ഗം കിട്ടും. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിബല. ഈമാനും അമലും സാലിഹാത്തുള്ള ആൾക്ക് ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ടാവും. അവിടുന്ന് ഒരിക്കലും മാറി താമസിക്കാൻ അവർ വിചാരിക്കൂല. എന്നേക്കുമായി അവിടെ ഉണ്ടാവുക എന്ന് പറയാൻ അള്ളാഹു ആ നിലയിലുള്ള ഉയർന്ന ജന്നാത്തുൽ ഫിർദൗസിൽ സ്ഥലം കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ മാതാപിതാക്കളെയും നമ്മുടെ ഭാര്യ മക്കളെയും കൂട്ടുകുടുംബങ്ങളെയും എല്ലാവരും പഠിച്ചവനെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സാമ്പത്തിക പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. അവന്റെ കരുണയുടെ നോട്ടം അള്ളാഹു നമ്മളിലേക്ക് നോക്കുമാറാവട്ടെ. ഹിദായത്ത് സിദ്ധിച്ച നേർമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന സിറാത്തെ മുസ്തഖീമിലൂടെ സഞ്ചരിക്കുന്ന ഭാഗ്യവാന്മാരിൽ പഠിച്ചവൻ നമ്മളെല്ലാവരും ആക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.